ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പൂരിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റേഷനരി ചോറോ സാധാ അരിയുടെ ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇതുപോലൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പൂരിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ അരക്കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കാം. ഈ റവ വറുത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൂരിയുടെ പുറം ഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഇങ്ങനെ റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു ചോറിന്റെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൈവച്ച് തുടച്ച് ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതിന്റെ പരുവം തെറ്റും. ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലൊരു ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. കുറച്ച് വലിപ്പത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ ബോൾസ് മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാ മാവും ഇതുപോലെ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഇതുപോലൊരു ബോളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉരുട്ടി വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തുന്നുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തു. ഇതിന് പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും വേണമെന്നില്ല. ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ ചെറിയ പൂരി മതി എന്നുള്ളവർക്ക് ചെറുതാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വലിപ്പത്തിലുള്ളതാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ബൗളിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. വക്കുള്ള ബൗൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ കട്ട് ചെയ്ത മാവ് ഞാൻ മാറ്റുന്നുണ്ട്. എല്ലാ കട്ട് പീസും നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് ലാസ്റ്റായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് കട്ടിയുമല്ല എന്നാൽ നല്ല നൈസും അല്ല, ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ പരത്തിയെടുത്തു. ഇതുപോലെ തന്നെ എല്ലാ മാവും പരത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഫ്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് മുക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. ഇപ്പോൾ ഞാനിതാ വെന്ത് വന്നപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ബട്ടർ പൂരി റെഡിയായി കിട്ടി. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.